ശാന്തി. നമ്മുടെ ജീവിതത്തിന് മാറ്റിമറിക്കത്തക്ക രീതിയിലുള്ള 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. ഈ 5 കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചാൽ എപ്പോഴും ജീവിതം സുഖവും ശാന്തിയും നിറഞ്ഞതായിട്ട് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ എന്നെ മാറ്റാൻ തയ്യാറാവണം എന്നുള്ളത്. ഈ ലോകത്തെ മാറ്റാൻ നമ്മൾ ആരെക്കൊണ്ടും പറ്റില്ല. ഒരിക്കലും നമ്മളുടെ ഇഷ്ടപ്രകാരം എൻ്റെ ശരിക്കനുസരിച്ച് ഈ ലോകം പെരുമാറിക്കൊള്ളുന്നില്ല. ലോകത്തിലെ ശരികൾക്കനുസരിച്ചും മറ്റുള്ളവർ പെരുമാറിക്കൊള്ളുന്നില്ല. അതേസമയം എൻ്റെ ശരിക്കനുസരിച്ച് എനിക്ക് എന്നെ മാറ്റാനായിട്ട് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് സ്വന്തം പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ തയ്യാറാണെങ്കിൽ, ആര് സ്വപരിവർത്തനത്തിന് തയ്യാറാകുന്നോ അവർക്ക് വിശ്വം അവർക്ക് വേണ്ടി സഹായിക്കും. സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം സംഭവ്യമാണ്. അതുകൊണ്ട് വിശ്വപരിവർത്തനത്തിനെ മറന്നുകൊണ്ട് സ്വപരിവർത്തനത്തിന് വേണ്ടി പൂർണ്ണ പരിശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സുഖത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായി. രണ്ടാമത്തെ കാര്യം, ഒന്ന് ചിരിക്കാൻ. എത്ര ഫീസ് വേണം, എത്ര പൈസ വേണം, ഒന്നും വേണ്ട. ഈ 5 ലെറ്റർ അടങ്ങിയതായിട്ടുള്ള ഈ സ്മൈൽ എന്ന വാക്കുണ്ടല്ലോ, ജീവിതത്തിൽ ഏതൊരു വാതിലും നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന സാധനമാണ്. അതുകൊണ്ട് പുഞ്ചിരിക്കാൻ മറക്കാതെ ജീവിക്കുക. കഴിയുമെങ്കിൽ ഏതൊക്കെ സാഹചര്യം നന്നായിട്ട് ചിരിക്കാൻ പറ്റുന്നോ, ഉറക്കെ ചിരിക്കാൻ പറ്റുമെങ്കിൽ ഉറക്കെ ചിരിക്കൂ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ. അതും ഞാൻ എടുത്ത് പറയുകയാണ്. പലപ്പോഴും നമ്മൾ ചിരിച്ചിട്ട് അവർ വിഷമിക്കുമെന്ന് കാണുമ്പോൾ അതിനെ ചിരിയാക്കി മാറ്റരുത്. അത് ചിരിയല്ല, ശബ്ദമാവുന്നുള്ളൂ, നമ്മുടെ ഉള്ളു ചിരിക്കില്ല. അതുകൊണ്ട് യഥാർത്ഥമായിട്ട് ചിരിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭവും കളയരുത്. നമ്മൾ സീരിയസ് ആയിട്ട് വളരെ മസിൽ പിടിച്ചിരുന്നത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ ആയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മണ്ടത്തരാണ്. മറ്റുള്ളവർ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മളെന്തോ ആണെന്ന് കാണിക്കും, അത് കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പുച്ഛിച്ച് ചിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെന്തോ അതേപോലെ നാച്ചുറലായിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷിക്കാനുള്ളതാണ് ഈ ജീവിതം. കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ നമ്മൾ ചിരിക്കാനായിട്ട് പഠിക്കണം. മൂന്നാമത്തെ കാര്യം, സംസാരത്തിൽ നമ്മുടെ റിലേഷൻസിനുള്ള ബന്ധങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സുഖം തരുന്നത് എന്താ ചോദിച്ചാൽ നമ്മുടെ ബന്ധങ്ങൾ തന്നെയാണ്. എന്നാൽ പലപ്പോഴും ബാധ്യതയാവാറുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അതും ഈ ബന്ധങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ബാധ്യതകളാകാതെ സുഖം തരാൻ വേണ്ടി ഒരു കാര്യം, ആ ബന്ധങ്ങളെ നമുക്കൊരിക്കലും മുറിക്കാതിരിക്കാൻ വേണ്ടി വാക്കുകളിൽ നിരഹങ്കാരിത. ഞാൻ പരമാത്മ മഹാവാക്യം ഓർമ്മിക്കുകയാണ്. സ്ഥിതിയിൽ നിരാകാരി, വാക്കിൽ നിരഹങ്കാരി, കർമ്മത്തിൽ നിർവികാരി, അവസ്ഥയിൽ നിരാധാരി എന്ന്. ഭഗവാനാണ് എൻ്റെ സർവസ്വവും എന്ന ആധാരമാക്കി ജീവിക്കുമ്പോൾ, ഞാൻ ആത്മാവാണെന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, കർമ്മത്തിലെ വികാരത്തിൻ്റെ ദുർഗന്ധമില്ലാതാക്കിക്കൊണ്ട് ശുദ്ധമായ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ജീവിക്കുമ്പോൾ, വാക്കുകളിലെ നിരഹങ്കാരിതയായി മാറിക്കഴിയുമ്പോൾ ഈ ജീവിതം നമുക്ക് സ്വർഗ്ഗമായി തോന്നിപ്പോവും. എത്ര ജീവിച്ചാലും മടുക്കില്ല. നമ്മുടെ കൂടുതൽ എല്ലാവരും നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നിപ്പോവും. ഇതെത്ര മനോഹരമായിരിക്കുന്ന ലോകമാണെന്ന് നമുക്ക് തോന്നും. നാലാമത്തെ കാര്യം, നിങ്ങൾക്കറിയോ, പണ്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് തരുമായിരുന്നു. ഈ ജീവിതം ഒരു ഫോട്ടോഗ്രാഫിയാണ്. ഓരോ നിമിഷവും ഭഗവാന്റെ ക്യാമറയിൽ ഈ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയാണോ ഫോട്ടോഗ്രാഫി പണ്ട് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്നത്, ലൈഫ് എന്ന് വെച്ചാൽ അർത്ഥം നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന എല്ലാ നെഗറ്റീവിനെയും പോസിറ്റീവ് ആക്കൂ, എങ്കിൽ നിങ്ങളുടെ എല്ലാ ഫോട്ടോ പോസും ദ ബെസ്റ്റ് ആയിരിക്കും. ജീവിതം നിങ്ങൾക്ക് ദ ബെസ്റ്റ് എന്ന റിസൾട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതം എന്ന ഫോട്ടോഗ്രാഫി നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റാനുള്ളതാണ്. അടുത്തൊരു കാര്യം കൂടി, നിങ്ങൾക്കറിയാലോ, ഇന്ന് നമ്മൾ മൊബൈലിൽ ചാർജ് ചെയ്യുമ്പോൾ വാലിഡിറ്റി പറയാറുണ്ട് അല്ലേ, അതായത് ഇത്ര ദിവസത്തെ വാലിഡിറ്റി എന്ന്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ മൊബൈലിലിട്ട് ഈ സിമ്മിനും ഒരു വാലിഡിറ്റി ഉണ്ട്. അത് കഴിയുമ്പോൾ അങ്ങ് കാലാവധി കഴിഞ്ഞു പോവും. കാലാവധി കഴിയാൻ വേണ്ടി മാത്രമുള്ളതായിരിക്കും ഈ 4 ദിവസം. ആരോട് യുദ്ധം ചെയ്യാൻ, ആരോട് കണക്ക് പറയാൻ, എന്തു ചെയ്യാൻ? അതുകൊണ്ട് എല്ലാവർക്കും കഴിയാവുന്നത്രയ്ക്ക് സ്നേഹം കൊടുക്കാൻ, കഴിയാവുന്നത്രയ്ക്ക് സുഖം കൊടുക്കാൻ, നിങ്ങളാലാവും വിധം സന്തോഷം നൽകാൻ വേണ്ടി ജീവിക്കാൻ തുടങ്ങിയ ഈ ജീവിതം നമുക്ക് അമൂല്യമായിട്ട് മാറും. ഈ 5 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നോക്കൂ. ഈ ലോകം നമുക്ക് സ്വർഗ്ഗാണെന്ന് തോന്നും. നമ്മുടെ കൂടെ എല്ലാവരും നമുക്ക് വേണ്ടി ജീവിക്കുന്നെന്ന് തോന്നും. ഇതെത്ര ആസ്വാദ്യകരമാണെന്ന് തോന്നും. നിങ്ങൾക്ക് ഈ 5 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.
ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.